ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ സിനിമ അല്ലേ, നമ്മൾ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന സിനിമയാണ് അതെ വിനീത് ഡയറക്ഷൻ ചെയ്യുന്ന. ഏറ്റവും നമ്മൾ കാണേണ്ട എല്ലാ വ്യക്തികളും ആ സിനിമയിലുണ്ട്. അതെ ആ ലൊക്കേഷനിലൊരു ഓർമ്മകൾ, പ്രണവുമായിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളായിരുന്നു ഏറ്റവും കമ്പനി എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അതെ ലൊക്കേഷനിൽ അല്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. മൂന്നാറിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ജോളിയായിട്ടുള്ള ഇതാണ്. അതെ. ആ അത്തരം ഒരു ഓർമ്മകൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ലൊക്കേഷനിലുള്ള ഓർമ്മകൾ? ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. ഏറ്റവും അപ്പുവിനെ പറ്റി പ്രണവിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എൻ്റെ അടുത്ത് തന്നെ മലയാളം പുള്ളിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പുള്ളി അത് ഫുൾ ഇംഗ്ലീഷിലാക്കി സ്ക്രിപ്റ്റ് മൊത്തം എന്ന് വെച്ചാൽ എൻ്റെ ഡയലോഗ് അടക്കം അവന് കൗണ്ടർ ഡയലോഗ് അടക്കം പഠിച്ച് കൃത്യമായിട്ട് അത്രയും സ്ക്രിപ്റ്റ് മൊത്തം പഠിച്ചിട്ട് പ്രിപ്പയർഡായിട്ടാണ് അപ്പു വന്നത്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ലാൽ സാറിൻ്റെ ഒരു മകൻ്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആ പുള്ളി തരില്ല. എല്ലാവരോടും ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുന്ന ഒരാളോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. എന്ന് വെച്ചാൽ സെറ്റിലുള്ള എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറുകയും അയാളൊരു ഇത്രയും വലിയൊരു നടൻ്റെ മകനാണെന്നുള്ളൊരു ചിന്തയില്ലാതെ, അപ്പോൾ അങ്ങനെയുള്ളൊരു പെരുമാറ്റം, അയാളുടെ ബിഹേവിയർ, അതൊക്കെയാണ് നമ്മൾ അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നതും, അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണാലിറ്റിയോട് നമുക്കൊരു സ്നേഹം തോന്നും. എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇക്കൊക്കെ ഞാൻ അധികം മദ്യപാനം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ഞാൻ കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പെഗ് അടിക്കണം എന്ന് ആഗ്രഹിച്ചത്, അവൻ ഒരു പെഗ് അടിക്കണം എന്ന് എനിക്കൊരു നീട്ടി തന്നപ്പോഴാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു പെഗ് അടിച്ചത്. അത് എൻ്റെ ഒരു ഓർമ്മയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കമ്പനി കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ഈ ആളുടെ കൂടെ ഒരു കമ്പനി കൂടാന്നൊക്കെ. അങ്ങനെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആദ്യമായിട്ട് അവനൊരു ഡ്രിങ്ക് ഓഫർ ചെയ്ത് തന്നപ്പോൾ അവൻ അന്ന് ഇതൊരു ഓർമ്മ പോലെ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കള്ളു കുടിച്ച് അവിടെ അലമ്പുമായിരുന്നെന്നല്ല, പക്ഷേ അത് ആ ഒരു സെഷൻ അന്നത്തെ രാത്രി ഭയങ്കര രസകരമായ ഒരു രാത്രിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാരണം 6 മണിക്ക് എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഷൂട്ടിന് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു കൃത്യം 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുത്തിരുന്നൊരു സെറ്റായിരുന്നു. എല്ലാ ദിവസവും 9 ഒരു ഷൂട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ല ഓർമ്മകളാണ് ആ 40 ദിവസത്തോളം അപ്പുവായിട്ടുള്ളത്. തീർച്ചയായിട്ടും.